ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടെസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോ നമ്മുടെ നാളെ വരാനിരിക്കുന്ന നമ്മുടെ സാന്ത്വനം 2ന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടാലോ? അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. അങ്ങനെ നമ്മുടെ മിത്രയുടെ എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അച്യുതനൊക്കെ വന്ന് ഭയങ്കര പ്രശ്നം ദേവമംഗലത്ത് ഉണ്ടാക്കിപ്പോയി. പക്ഷെ അത് മിത്രയുടെ അച്ഛന്റെയും അമ്മയുടെയും മുമ്പില് തന്റെ സത്യങ്ങൾ, അതായത് ആര്യൻ നിരപരാധിയാണ് എന്നുള്ളത് തെളിയിക്കാൻ കൂടെ പറ്റി. പക്ഷെ അച്യുതന് വലിയ അടിയായിപ്പോയി. അച്യുതൻ വലിയ സംഭവം പോലെ ഗോൾഡൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് ദേവമംഗലത്ത് നമ്മുടെ ബാലനെയൊക്കെ വെല്ലുവിളിച്ച് കള്ളനെ ഇറക്കി വിടുന്നൊക്കെ പറഞ്ഞ് ഗോമതിയോടൊക്കെ ഭയങ്കര രീതിയിൽ ഷൗട്ട് ചെയ്ത് പോയ ആളാണ്. പക്ഷെ അതെല്ലാം നമ്മുടെ മിത്രയ്ക്ക് ആര്യനും അവരുടെ ജീവിതത്തിൽ ഒരു നല്ലത് തന്നെയാണ് ഉണ്ടായത്. പക്ഷേ നമ്മുടെ ആര്യന്റെ എല്ലാ സ്വപ്നങ്ങളും തകർന്നു പോവാണ്. കാരണം മിത്രയ്ക്ക് അതിനേക്കാളേറെ വിഷമം. കാര്യം തനിക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു കാര്യം ചെയ്തിട്ടാണെങ്കിലും ആര്യന് ഒരു ട്രാവൽ ഏജൻസി തുടങ്ങി കൊടുക്കുക എന്നുള്ളത് ഒരു വലിയൊരു ഇത് തന്നെയായിരുന്നു. പക്ഷെ ഇതിൽ വേറൊരു ട്രാജഡി എന്ന് പറയുന്നത് നമ്മുടെ മീനാക്ഷിയും അതുപോലെ തന്നെ നമ്മുടെ ഗോമതിയും ഈ ആര്യന്റെയും മിത്രയുടെയും ആ കല്യാണ സമയത്തൊക്കെ ഉള്ള ഓരോ കേസും സംഭവങ്ങളും നമ്മുടെ മിത്ര കഥ പറയുന്ന കൂട്ടത്തിൽ പറയുമെന്ന് കരുതി. പക്ഷെ അത് മിത്ര വളരെ സേഫ് ആയിട്ട് തന്നെ കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും രണ്ട് കുടുംബക്കാരുടെയും മുമ്പിൽ വെച്ച് തന്നെ പ്രസന്റ് ചെയ്തു. ബാലനെ ഈ കേസൊക്കെ കേട്ടിട്ട് അത്ര ഒരു അല്ല ആള്, പക്ഷെ എങ്കിലും ഇതിന്റെ ആവശ്യം ഇല്ലായിരുന്നു എന്നുള്ള രീതിയിൽ നിന്നു. എന്നിട്ട് അതിനുശേഷം നമ്മുടെ മിത്രയോട് ആര്യൻ റൂമിൽ പോയി നിന്ന സമയത്ത് പറയുന്നുണ്ട്, നീ ഇതിന്റെ ആവശ്യമൊന്നും ചെയ്യേണ്ടിയില്ലായിരുന്നല്ലോ മിത്ര, നിന്നോട് ഞാൻ എന്താ പറഞ്ഞത്? ആ ഗോൾഡ് കൊണ്ടുവന്ന് നീ നിന്റെ അച്ഛന്റെയും അമ്മയുടെയും കയ്യിൽ ഏൽപ്പിക്കണോന്നല്ലേ പറഞ്ഞത്? നിനക്കറിയില്ല, എനിക്ക് മനസ്സുകൊണ്ട് ഒരിക്കലും എനിക്കത് തൃപ്തിപ്പെടുത്തില്ല. കാരണം അത് എനിക്ക് ഒന്നുകിൽ നമ്മുടെ കാശ്, അല്ലാണ്ട് നിന്റെ കുടുംബത്തിൽ നിന്ന് നിനക്ക് വേണ്ടി ഒന്നാമത് ആ ഒരു രീതിയിലുള്ള ഗോൾഡും കൂടെ അത് നമ്മൾ ഇതിലേക്ക് എടുക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നെ അത് പറഞ്ഞ് ഓരോരുത്തർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് വലിയ ബുദ്ധിമുട്ടാവും. എനിക്കത് എൻ്റെ മനസാക്ഷിയുടെ മുന്നിൽ അത് ശരിയായി തോന്നാത്തത് കൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് നീ പോയി അത് അച്ഛന്റെ അമ്മയുടെ കയ്യിൽ അത് കൊടുക്കണമെന്ന്. പക്ഷെ നീ ഒരു വയ്യാവേലി തലയിലെടുത്ത് വെക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്നും പറഞ്ഞ് മിത്രേനെ കുറ്റപ്പെടുത്താനൊന്നും ആരും നിന്നില്ല കേട്ടോ. എന്നാലും ബാലൻ ചോദിച്ചു, ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു, വെറുതെ ഓരോ പ്രശ്നങ്ങൾ നമ്മളായിട്ട് ഉണ്ടാക്കി വെച്ചതല്ലേന്ന് ബാലൻ നമ്മുടെ മിത്രയുടെ അടുത്തൊക്കെ പറഞ്ഞപ്പോഴും മിത്രയുടെ ഒപ്പം നിൽക്കാനായിട്ടോ ആര്യനും ശ്രമിച്ചത്. പക്ഷെ ഇതിനെല്ലാം സങ്കടം നമ്മുടെ മീനുവിനാണ്. കാരണം ഒന്നും പ്രതീക്ഷ പോലും ഇല്ലാതിരുന്ന ആര്യന്റെ മനസ്സിന് താൻ ഒരു പ്രതീക്ഷ കൊടുക്കാൻ കാരണമായല്ലോ എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു നമ്മുടെ മീനാക്ഷിക്ക് ഭയങ്കര സങ്കടമായി. കാര്യം ഇതിൽ വേറൊന്നും അവര് കരുതിയില്ല. വൈകിട്ടാവുമ്പോ ആ 10 ലക്ഷം കിട്ടും, അപ്പൊ അത് കൊണ്ടുവന്ന് ആര്യന് കൊടുത്തു കഴിഞ്ഞാല് അത് വലിയൊരു എന്താ പറയാ ഒരു പ്രശ്നമായിട്ട് അത് വരില്ല എന്ന് കരുതിയിട്ടാണ് മീനാക്ഷി അതിന് സമ്മതിച്ചത്. പക്ഷെ മീനാക്ഷിക്ക് ഇത് ഒരു ആദ്യമേ തന്നെ അത് വേണോ മിത്ര, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവോ എപ്പോഴെങ്കിലും അറിയുമ്പോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ മിത്രയുടെ സംസാരത്തിൽ മീനും പിന്നെ നല്ലൊരു കാര്യത്തിനാണല്ലോ എന്ന് കരുതിയിട്ടാണ് അത് സമ്മതിച്ചു കൊടുത്തത്. അങ്ങനെ ആകെ സങ്കടമായി. പക്ഷെ നമ്മുടെ ഗോമതിക്കും വലിയൊരു പ്രയാസമായിരുന്ന കാര്യം മറ്റേ ഒരു റൂം എടുത്തായിരുന്നല്ലോ ഇതിനു വേണ്ടിയിട്ട്, ട്രാവൽ ഏജൻസിയുടെ ഇതിനു വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ ഓണർ ആര്യനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം 3 ലക്ഷം രൂപ അഡ്വാൻസ് തരണം. കാരണം നല്ല സിറ്റി തന്നെ നല്ല മെയിൻ സ്പോട്ട് ആയിട്ടുള്ള റൂമാണത്. അപ്പൊ അതിന് ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പം ആര്യൻ എന്ത് ചെയ്യണോന്ന് അറിയില്ല. നമ്മൾ ഈ പൈസ ഇങ്ങനെ മീനു ചേച്ചി തരണ PF എടുത്ത് തരുന്ന പൈസ ആണെന്ന് അറിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തോളാം പറഞ്ഞതുകൊണ്ടാണ് ആര്യൻ ആ ഒരു രീതിയിലോട്ട് പോയത്. പക്ഷെ അത് ഇങ്ങനെ ആയി തീരും എന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആര്യൻ ആകെ പ്രയാസമായി. എന്ത് ചെയ്യണം, ഇനിയിപ്പോ എന്താ ചെയ്യുക, ആകെ ഒരു ഇതായിപ്പോയി. മിത്രയ്ക്ക് ഇതൊക്കെ കണ്ടിട്ട്, ആര്യൻ ടെൻഷൻ അടിക്കുന്ന കണ്ടിട്ട് മിത്രയ്ക്ക് സഹിക്കാനാവുന്നില്ല. താൻ കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, എന്താ ചെയ്യണേ എന്നുള്ള ഒരു രീതിയിലായിരുന്നു. ഇതേ സമയം നമ്മുടെ മീനാക്ഷിയും ആകാശും കൂടെ റൂമിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മീനാക്ഷി പറഞ്ഞു, ശരിക്കും ഞാൻ ആര്യനോട് ചെയ്തത് ഒരു വലിയ തെറ്റ് തന്നെയാണ് അല്ലെ ആകാശ് എന്ന് ചോദിക്കുക. അപ്പൊ ആകാശ് പറയും, നീ അറിഞ്ഞുകൊണ്ടല്ലല്ലോ, നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് മിത്രയോടൊപ്പം നീ കൂട്ടുനിന്നു എന്നല്ലേ ഉള്ളൂ. അപ്പോ നമ്മുടെ മീനാക്ഷി പറയണ, ആകാശ് ഞാൻ ഒരു കാര്യം ചെയ്തോട്ടെ, ആകാശ് അഭിപ്രായം പറയണം. ഞാൻ അവന് എന്റെ PF 10 ലക്ഷം രൂപ എടുത്ത് കൊടുക്കട്ടെ, അവന്റെ
ഏറ്റവും വലിയ സ്വപ്നമല്ലേ ആകാശ്. അപ്പോൾ ആകാശിന് അത് കേട്ടപ്പോൾ ശരിക്കും സന്തോഷമായുള്ളൂ. തന്റെ ഭാര്യ തന്റെ അനുജന്, സ്വന്തം അനുജന് വേണ്ടിയിട്ട് അവൾ അങ്ങനെ ഒരു മനസ്സ് കാണിച്ചു എന്നുള്ളത് ഓർത്തിട്ട് ആകാശിന് ഭയങ്കര സന്തോഷം. അപ്പൊ ആകാശ് പറഞ്ഞു, നിനക്ക് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്റെ അനുജന് വേണ്ടിയിട്ട് നീ ആ PF-ന്ന് 10 ലക്ഷം രൂപ എടുത്തു കൊടുക്കുന്നതിൽ യാതൊരു ഇതും എനിക്കില്ല എന്ന് പറഞ്ഞു. അവൻ കൃത്യമായിട്ട് എന്നെ നിനക്ക് ആ പൈസ തരുകയും ചെയ്യും. കാരണം എന്ന് വെച്ചാൽ അവൻ അതിനുള്ള ഒരു കോൺഫിഡന്റും കാര്യവും എല്ലാം അവനുണ്ട് എന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പൊ ഇത് കേട്ടപ്പം മീനുവിന് ഭയങ്കര സന്തോഷമാവുകയാണ്. പക്ഷെ വീട്ടിൽ ഇത് ആരെടുത്തെങ്കിലും പറഞ്ഞിട്ടാണ് പോകുന്നതെങ്കിൽ അത് ശരിയായ കാര്യമല്ല. കാരണം വെച്ചാൽ എല്ലാരും കൂടെ പറയും വേണ്ട ഇനിയിപ്പോ എന്തിനാ, എല്ലാരും ചിലപ്പോ എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറയൂന്ന് കരുതിയിട്ട് മീനു ആരെടുത്തും പറഞ്ഞില്ല കേട്ടോ. അപ്പോഴേക്കും ആകാശ് അതിന്റെ ഇടയിൽ മീനുവിനോട് പറഞ്ഞു, അല്ല നീ അവർക്കൊക്കെ ഒരു ഹെൽപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും, എനിക്ക് എന്ന് പറയുമ്പോഴേക്കും മീനു പറയാം, അതെ ഷോപ്പിന്റെ കാര്യമാണെങ്കിൽ എന്നോട് പറയാൻ നിൽക്കണ്ട, അതിലേക്ക് വേണ്ടി ഞാൻ 5ന്റെ പൈസ തരില്ല എന്നും പറഞ്ഞ് മീനു ഒച്ചെടുക്കാൻ കേട്ടോ. പിന്നെ എന്താ ചെയ്യുക, ആകാശമൊന്നും മിണ്ടില്ല. പക്ഷെ ആകാശിന് വലിയ സന്തോഷം, തന്റെ ഭാര്യ തന്റെ അനുജന് വേണ്ടിയിട്ട് ഇത്രയും നല്ലൊരു കാര്യം ചെയ്യുന്നു എന്നുള്ള ഓർത്തിട്ട് അഭിമാനം തോന്നി കേട്ടോ. അങ്ങനെ മീനു അന്ന് പിറ്റേ ദിവസം ജോലിക്ക് പോകണം. അപ്പൊ ജോലിക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ആര്യനാണെങ്കിൽ റൂമിനകത്തിരുന്ന് ആകെ ടെൻഷൻ അടിക്കുന്നു. ആ ഓണർ ആണെങ്കിൽ ആ കട റൂമിന്റെ 3 ലക്ഷം രൂപ കൊടുക്കാനുള്ള അഡ്വാൻസിന് വേണ്ടിയിട്ട് അയാൾ വിളിക്കുന്നുണ്ട്. അയാളുടെ കോൾ എടുക്കാൻ പോലും ആര്യന് ബുദ്ധിമുട്ടാണ്. കാരണം എന്താ പറയുക, എടുത്തു കഴിഞ്ഞാൽ അയാളുടെ എന്തെങ്കിലും പറഞ്ഞ് അത് മുടങ്ങിപ്പോവുകയും ചെയ്യും, നീട്ടാനും പറ്റില്ല. ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ മീനു ചെന്നു അങ്ങനെ PF-ന്റെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി മീനു വരെയാണ് കേട്ടോ. അങ്ങനെ മീനു തിരിച്ചു വരുമ്പോഴേക്കും, അതായത് പിറ്റേ ദിവസം ആണെന്ന് തോന്നുന്നു, അന്ന് കിട്ടത്തില്ല, 2 ദിവസം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു, നമ്മുടെ മീനുവിന് ഒരു 10 ലക്ഷം രൂപ PF-ന്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടുകയാണ്, പൈസയെങ്കിൽ കിട്ടുകയാണ്. അങ്ങനെ ആര്യൻ ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് മീനു അന്നേ ദിവസം വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് വീട്ടിലെല്ലാവരും ഉണ്ട്, ബാലൻ ഉൾപ്പെടെ എല്ലാവരും നിൽക്കുകയാണ്. അപ്പൊ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ആര്യന്റെ കയ്യിൽ ഒരു പൊതി കൊടുക്കുകയാണ് കേട്ടോ മീനാക്ഷി. അപ്പം ആര്യൻ ചോദിക്കും, ഇതെന്തായിട്ടത്തി, നീ തുറന്നു നോക്ക്, എന്താണെന്ന് നോക്കിയാലല്ലേ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ ആര്യൻ അത് തുറന്നു നോക്കുകയാണ് കേട്ടോ. അങ്ങനെ തുറന്നു നോക്കുമ്പോഴേക്കും അതിനകത്ത് നിറച്ച് നോട്ട് കെട്ടുകളാണ്. അല്ല ഏട്ടത്തി, ഇത് നിറച്ചും ക്യാഷ് ആണല്ലോ, ഇതെന്തേ? അപ്പൊ പറയും, അതെ നിനക്ക് വേണ്ടിയിട്ട് ട്രാവൽ ഏജൻസി തുടങ്ങാൻ വേണ്ടി ഞാൻ PF-ന്ന് ലോൺ എഴുതി കൊടുത്തായിരുന്നു 2 ദിവസം മുന്നേ, അതിന്റെ പൈസയാണെന്ന് പറഞ്ഞു. അല്ലേ ഏട്ടത്തി, ഇതിന്റെ ആവശ്യം ഇല്ലായിരുന്നു. ആവശ്യമുണ്ട്, അതുകൊണ്ട് തന്നെയാണ്. നീ നിന്റെ സ്വന്തം ചേച്ചിയെ അല്ലേ ഞാൻ, നീ എന്നെ അങ്ങനെയല്ലേ കരുതുന്ന, അപ്പൊ ഞാൻ തരുന്നതും നീ അതേപോലെ തന്നെ സ്വീകരിക്കണം. നീ എന്റെ അനുജനാണ്. നിനക്കൊരു ട്രാവൽ ഏജൻസി തുടങ്ങാൻ വേണ്ടിയിട്ട് മിത്ര അങ്ങനെ ഒരു കാര്യം പറഞ്ഞു വന്നപ്പോൾ ഞാൻ അവളൊപ്പം നിന്നേ ഉള്ളൂ. കാര്യം നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ എന്ന് കരുതിയിട്ട്. പക്ഷെ നിനക്ക് അത്രയും മോഹങ്ങളൊക്കെ തന്ന് നീ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വന്നിട്ട് പിന്നെ അത് ചെയ്യാൻ പറ്റാണ്ട് വന്നപ്പോൾ എനിക്കത് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല ആര്യ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളോടത്ത് ആരെടുത്തും അഭിപ്രായം ഒന്നും ചോദിച്ചില്ല. കാര്യം അഭിപ്രായം ചോദിക്കേണ്ട, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അത് സമ്മതമാകും എന്ന് എനിക്കറിയാം, അതുകൊണ്ടാ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ മീനു ആ പൈസ കൊടുത്തത് ആര്യന് ഭയങ്കര സന്തോഷമാവാണ്. ഗോമതിയുടെ കണ്ണൊക്കെ നിറയണ കേട്ടോ. ബാലനൊന്നും മിണ്ടിയില്ല, ബാലൻ ഇങ്ങനെ കേട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, മോളെ നീ ചെയ്തത് ഏറ്റവും നല്ലൊരു കാര്യമാണ്, എന്റെ മോന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് മോളെ. നീ ഒരാള് കാരണം നീ ഈ കുടുംബത്ത് വന്നതിന്റെ ആ ഒരു ഇത് കൊണ്ടല്ലേ നമുക്ക് ഇങ്ങനെ കിട്ടിയെന്നൊക്കെ പറയാം. അപ്പോഴേക്കും മിത്ര ഓടിച്ചെന്ന് മീനുവിനെ കെട്ടിപ്പിടിച്ചങ്ങ് കരയാണ്. മീനുവേട്ടത്തി എന്നും പറഞ്ഞു, എന്തിനാടി നീ കരയണത്? അതെ അല്ല മീനുവേട്ടത്തി, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഇത്രയും വലിയൊരു തുക അങ്ങനെ PF-ന്ന് എടുത്ത് തരാനുള്ള ഒരു മനസ്സ് മീനുവേട്ടത്തി കാണിച്ചല്ലോ എന്ന് പറഞ്ഞു. അതെ, ഞാൻ എന്റെ അനുജനും എന്റെ അനുജത്തിക്കും വേണ്ടിയിട്ടാണ് ഈ കാര്യം ചെയ്തേക്കുന്നത്. അപ്പോഴേക്കും ആര്യ നിറകണ്ണുകളോടെ തന്നെ മീനുവിന്റെ അടുത്ത് ചെന്നിട്ട് പറയാം, മീനുവേട്ടത്തി ഞാൻ എങ്ങനെ എത്ര ഇതാണെങ്കിലും ഞാൻ മുടക്കം വരാണ്ട് മീനുവേട്ടത്തിയുടെ ഈ ലോണ് ഞാൻ അടയ്ക്കും, മീനുവേട്ടത്തി എന്നെ അവിശ്വസിക്കരുത് എന്ന് പറഞ്ഞു. നീ എന്തൊക്കെ ഈ പറയണ ആര്യ, ഞാൻ എന്തിനാ നിന്നെ അവിശ്വസിക്കുന്നത്? എനിക്ക് നിന്നിലും മിത്രയിലൊക്കെ വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ ഞാൻ ഇത് എടുത്തു തന്നെ. എന്റെ കുടുംബത്തിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാനല്ലാണ്ട് മറ്റാരെങ്കിലും ഇതൊക്കെ ചെയ്യോ എന്നൊക്കെ പറഞ്ഞു. അപ്പം എല്ലാവർക്കും അഭിമാനം തോന്നുന്നു കേട്ടോ മീനുവിന്റെ. അപ്പോഴേക്കും ആര്യം പറയും, ആകാശേട്ടന്റെ കൈയും പിടിച്ച് മീനുവേട്ടത്തി ഈ കുടുംബത്ത് കാലെടുത്ത് വെച്ചത് ഞങ്ങളുടെയൊക്കെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതണേ എന്നൊക്കെ പറഞ്ഞ് കുറെ ഇങ്ങനെ ഒരു ഇതൊക്കെ നന്ദി വാക്കുകളൊക്കെ ഇങ്ങനെ നമ്മുടെ ആര്യം പറയണം കേട്ടോ.
ആകാശിന് സ്വന്തം ഭാര്യ ഇങ്ങനെ ഒരു നല്ലൊരു കാര്യം ചെയ്തതില് ആകാശും അഭിമാനം കൊള്ളണം കേട്ടോ. കാരണം അവളെ മനസ്സ് കാണാൻ ആകാശിനും കഴിഞ്ഞുവല്ലോ ആ ഒരു കാര്യത്തിലൊക്കെ. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റിലായി. എല്ലാവർക്കും സന്തോഷമാവാണ്. അങ്ങനെ ആര്യനും മിത്രയും ആ കാശും കൊണ്ട് റൂമിലോട്ടൊക്കെ പോവാണ്. ഗോമതിക്ക് ഒരുപാട് സന്തോഷമാവാണ്. മീനുവിനോട് പ്രത്യേകമായിട്ട് അതിന്റെ ഒരു സന്തോഷം ഒക്കെ ഗോമതി പ്രകടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആര്യനും മിത്രയും റൂമിൽ ചെന്നിരുന്നിട്ട് അവര് സങ്കടപ്പെടുന്നു. കാരണം മീനുവേട്ടത്തി അത്രയും ഒരു ഇത് നമ്മളോട് കാണിച്ചല്ലോ. ഒരു മനുഷ്യരും ചെയ്യാത്തൊരു ത്യാഗം തന്നെയാണ് മീനുവേട്ടത്തി ചെയ്തത്. എത്ര എത്ര ബാങ്കുകളിൽ നമ്മൾ കയറി ഇറങ്ങി, എന്നിട്ട് നമുക്ക് ലോണും കാര്യങ്ങളും ശരിയായോ. മിത്ര സങ്കടപ്പെടാൻ കേട്ടോ. മീനുവേട്ടത്തി നമുക്ക് വേണ്ടി എന്നാലും ചെയ്തു തന്നല്ലോ ആര്യേട്ടാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അവരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടേതായ ഒരു മനസ്സിന്റെ സന്തോഷം പങ്കിടായിരുന്നു. അത് കഴിഞ്ഞ് ബാലൻ ഇങ്ങനെ ഗോമതിയുടെ അടുത്ത് പറഞ്ഞു. ബാലന് ഇതിൽ പ്രത്യേകിച്ചായിട്ട് ഒന്നും പറയാനില്ല. കാരണം എന്താ വെച്ചാൽ മിനുവിന്റെ ആ ഒരു പ്രവൃത്തി ബാലന് ഭയങ്കര ഒരു ഇതായി. കാരണം എന്ന് വെച്ചാൽ തന്റെ മരുമകളായിട്ടാണെങ്കിൽ അവൾ ഈ കുടുംബം സ്വന്തം കുടുംബം പോലെ കാണുന്നതിന്റെ ഒരു തെളിവാണ്. പക്ഷെ ഈ ആര്യന്റെ ട്രാവൽ ഏജൻസി തുടങ്ങുന്നതിനോട് ബാലന് അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. എങ്കിലും പിന്നെ ബാലൻ അവന്റെ ഇഷ്ടമല്ലേ, എന്താണെന്ന് വെച്ചാൽ അത് നടക്കട്ടെ എന്ന രീതിയിൽ